ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഏതൊരു രാജ്യത്തിൻ്റെയും നട്ടെല്ലാണ് മീഡിയ എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഫോർത്ത് സ്റ്റേറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. പലപ്പോഴും ഭരണകൂടങ്ങൾ ഈ മീഡിയയുടെ പുറത്ത് പലതരത്തിലുള്ള പോളിസികൾ കൊണ്ടുവരാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്, ചിലപ്പോഴൊക്കെ ആ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ മീഡിയ പുറത്തുള്ള ബാനുകളൊക്കെ മാറാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം പോലുള്ള ചാനലുകളൊക്കെ അതിനൊക്കെ ബാൻ വന്നതാണ്. പക്ഷെ അത് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അതിലുള്ള കൃത്യമായ ഇടപെടലുകൊണ്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയല്ല ഇപ്പൊ നേപ്പാൾ സംഭവിക്കുന്നത്. നേപ്പാള് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ ഇതാണ് തേർഡ് ലെൻസ് വെച്ച് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നേപ്പാളിൽ സംഭവിക്കുന്നത്, അവിടെ ഒന്നും രണ്ടും അല്ല, ഏകദേശം 28 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് അവർ ഒന്നിച്ച് നിരോധിച്ചിരിക്കുന്നത്. ഈ ഒന്നിച്ച് നിരോധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നേപ്പാൾ ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, ആ പ്രശ്നങ്ങൾക്കൊക്കെ പുറമേ നിന്നൊരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ആഭ്യന്തര സുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഈ നേപ്പാളിലത്തെ പരമോന്നത കോടതി ഏകദേശം 1 വർഷം മുന്നേ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ സോഷ്യൽ മീഡിയകളും അവിടെ ഉള്ള ഗവൺമെന്റിന്റെ ഒരു പോളിസിയുടെ പ്രകാരം വർക്ക് ചെയ്യണം. അതിന് അവിടെ ഉള്ള ഗവൺമെന്റിന്റെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം. എല്ലാ സോഷ്യൽ മീഡിയയും അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഈ സോഷ്യൽ മീഡിയകൾക്കെല്ലാം അവിടെ നേപ്പാളിൽ തനതായിട്ടുള്ള ഒരു ഓഫീസ് വേണം. ആ ഓഫീസിൽ കൂടി മാത്രം വേണം അവിടെയുള്ള എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാനും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉത്തരവ് വരുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ ബാൻ കൊണ്ടുണ്ടാവുന്ന ഈ ഒരു വലിയ പ്രശ്നം കൊണ്ട് അവിടെ ഏകദേശം 21 ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അവിടെ 400 ആൾക്കാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പല ആൾക്കാരും ഈ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് മിസ്സിംഗ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടാണ് ഇത്ര വലിയ ഒരു റയട്ട് ഒരു രാജ്യത്ത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അസംതൃപ്തരാണ് വർഷങ്ങളായിട്ട്. അതായത് 2006 തൊട്ട് ഇപ്പോൾ 2025 വരെ അവിടെ ഭരിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെ. അവർ പല രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും കോലീഷൻ ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത്. അവിടെ പ്രധാനപ്പെട്ട ഒരു 6-7 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ള 2-3 പാർട്ടികളാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഭരണത്തിൽ ഏർപ്പെടുകയും കോലീഷൻ ഗവൺമെന്റ് ഉണ്ടാക്കുകയും ഈ കോലീഷൻ ഗവൺമെന്റ് ഒരു ചെറിയ ബാലൻസിൽ ഇങ്ങനെ പോവുകയും ഒക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള അസംതൃപ്തി ഉണ്ട്. അസംതൃപ്തി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ഭൂരിഭാഗവും ആൾക്കാരും ഒരു തൊഴിലിന് വേണ്ടിയിട്ട് അന്യ ദേശങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവിടുത്തെ GDP ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ USD എടുത്ത് ഡോളറിൽ വിനിമയം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു USDക്ക് ഏകദേശം 140 നേപ്പാളി റുപ്പി ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുടെ നിലവാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിക്ക് പുറത്തേക്ക് അത് കത്തിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ബാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം വരുന്നു, അത് ആളിക്കത്തുന്നു, അതൊരു ഭരണകൂടത്തെ തന്നെ എടുത്ത് താഴെ ഇടുന്നു. ഇത് ഒരു ആയിട്ടുള്ള ഒരു രീതിയാണ്, ഒരു രാജ്യത്തെ പെട്ടെന്ന് പൊളിക്കാനുള്ള ഒരു രീതിയാണ്. കാരണം ഇത് പല തലത്ത്, അതായത് ആഫ്രിക്കൻ നാടുകളിൽ ഇത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേപ്പാളിലും ഇതിങ്ങനെ സംഭവിക്കുന്നു. ഇതിങ്ങനെ ഒരേ രീതിയിൽ പല രാജ്യങ്ങളിൽ ഇത് നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പുറകിൽ ഏതെങ്കിലും വലിയ രാജ്യങ്ങളുടെ അതായത് ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ മുന്നേ ബംഗ്ലാദേശ് ചൈനയുമായിട്ട് അടുത്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു വലിയ കലാപം ഉണ്ടായത്. ആ കലാപത്തിന്റെ പേരിൽ അവിടെ ആ ഭരണകൂടം തന്നെ താഴെ പോവുകയും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ഒക്കെയാണ് അന്ന് ചെയ്തത്.
ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നേപ്പാളിൽ സംഭവിക്കുന്നത്. നേപ്പാളിൽ അത് സംഭവിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി രാജേഷ് ശർമ്മ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പലായനം ചെയ്യുന്നു. അയാൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. പിന്നെ അവിടെയുള്ള പട്ടാളം കർഫ്യൂ ഏർപ്പെടുത്തുന്നു. 100% പട്ടാള ഭരണം വരുന്നു. പട്ടാളം ആ തെരുവുകൾ മുഴുവൻ കർഫ്യൂ ഏർപ്പെടുത്തുന്നു. തെരുവുകൾ മുഴുവൻ പട്ടാളം പിടിച്ചെടുക്കുന്നു. പ്രൊട്ടസ്റ്റന്റുകളോട് നിങ്ങൾ സംസാരിക്കണം, സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം എന്നവർ പറയേണ്ട അവസ്ഥ വരെ ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പൊതു ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചൈന പോലുള്ള രാജ്യമായിട്ട് അടുക്കുകയോ അവരുമായിട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ഒരവസരം വരുന്ന സമയങ്ങളിലൊക്കെയാണ് അധികവും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ കലാപങ്ങൾ ഉണ്ടാകുന്നു. ആ സോഷ്യൽ മീഡിയ കലാപത്തിന് പുറത്ത് ഇതേപോലെയുള്ള ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതായി അത് നിലത്ത് വീണ് പൊട്ടിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാതെ ഇത് അങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് ഞങ്ങളോട് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.